ഹേയ് വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മോസ്റ്റ് അൺവെയിറ്റഡ് വീഡിയോ ദ 15 Pro Max അൺബോക്സിംഗ് വീഡിയോ. Pro Max നിങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോകാം. എനിക്ക് കൂടുതൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് നേരെ അതിൻ്റെ അൺബോക്സ് ചെയ്യാം. സ്നേഹ ഷൂട്ട് ചെയ്യാം. കുടിച്ചോ ആണോ? നമ്മുടെ 15 Pro Max കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. കുറേ നാളത്തെ നമ്മുടെ കാത്തിരിപ്പും ആഗ്രഹം ഡ്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ ഫൈനലി അച്ചീവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ആ സാധനം പോയി. അടുത്ത് ഇപ്പുറത്തൊരെണ്ണം. Don't tell me how you really love me. Oh, come on now. എടുക്കാം. 15 Pro Max ഫോണുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം, ചാർജിങ് കേബിൾ ഉണ്ട് ഇതിനകത്ത്. ഞാൻ വേറെ ചാർജിങ് കേബിൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അഡാപ്റ്റർ വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ചാർജിങ് കേബിൾ ഒരെണ്ണം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. വേറെ ഇതിനകത്ത് ഇഞ്ചക്ഷൻ ടൂള് വേറെ ഒന്നും ഇതിനകത്തില്ല. ഇല്ല, കാർഡ് ഉണ്ടാവും. എന്ത് കാർഡ്? ആപ്പിളിന്റെ മറ്റേ സ്റ്റിക്കർ പോലെ. ആപ്പിളിന്റെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. വേറെ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിത് ചെയ്യാം, എടുക്കാം. കാണുന്ന ഇല്ല, എന്നെ കാണുന്നേ. അങ്ങനെ ലോഗോ വന്നിരിക്കുകയാണ് ഗൈസ്. വൈഡായിട്ട് മാത്രം എടുക്കാം, നോക്കല്ലേ. ചൈനയൊക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ചൈന പറ്റിച്ച്. അടുത്ത് വേറെ ഏതോ ലാംഗ്വേജ്. പിന്നെ ഹോല. ഇതിപ്പോൾ എത്ര ലാംഗ്വേജ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ ലാംഗ്വേജിലും ഒരു ഹലോ ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഹലോ. നമുക്ക് എന്തായാലും അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാം. എന്തായാലും സെറ്റ് ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ വൈഫൈ വെച്ച് ഫോൺ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ചെയ്യാൻ കണക്റ്റ് ആയിട്ടുണ്ട്. ഐഫോൺ പ്രോ സ്പെഷ്യലിസ്റ്റ് സ്നേഹയാണ് സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. സ്നേഹയ്ക്കെല്ലാം അറിയാമെന്നാണ് സ്നേഹ പറയുന്നത്, അല്ലേ സ്നേഹ? എല്ലാം അറിയാം. ഇപ്പം സെറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇപ്പം എന്താവുമെന്ന്. സ്നേഹ ചെയ്യുന്ന അത് ബാക്ക് എടുക്കാവോ? ആ പേജ് കഴിഞ്ഞു. അറിയാമെന്ന് പറഞ്ഞ ആൾ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടിന്യൂ. ഫേസ് ഐഡി ഓക്കെ. നമ്മുടെ സെറ്റിങ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞു. സൈൻ ഇൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ ബട്ടൺ കണ്ടിന്യൂ. സെറ്റിങ്സ്. വെൽക്കം ടു ഐഫോൺ ഗെറ്റ് സ്റ്റാർട്ടഡ്.
അങ്ങനെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു, ഫോൺ കിട്ടി. നമുക്കിനി നേരെ മെയിൻ ക്യാമറയിലേക്ക് പോവാം. ആദ്യം തന്നെ പോർട്രേറ്റ് മോഡ് 0.5 വീഡിയോ നോക്കാം. എന്ത് ക്ലാരിറ്റിയാ. നമുക്ക് മെയിൻ FPS മാറ്റാം, 60 FPS. ഇനി അടുത്ത് നമ്മൾ പോകുന്ന വിഷ്വൽ നേരെ 15 Pro Maxലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് 12 Pro Maxാണ്. 12 Proയിൽ നിന്ന് നേരെ നമ്മൾ 15 Pro Maxലേക്കുള്ള വ്യൂവിലേക്ക് പോകുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് 15 Pro Maxലോട്ടുള്ള അപ്ഗ്രേഡ് വ്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഷൂട്ട് ചെയ്ത നോക്കട്ടെ എങ്ങനെയുണ്ട്, ഡിഫറൻസ് എങ്ങനെയുണ്ട്? അയ്യോ HD പോലെ നല്ലതാണോ? അടിപൊളിയാ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലുള്ള കുറച്ച് ഷൂട്ടുകളൊക്കെ കാണാം. ഇവിടെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്, കാണിച്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇന്ന് എന്തായാലും അൺബോക്സിങ് മാത്രം ആക്കുന്നില്ല. അൺബോക്സിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. ഇനി വേറെ കുറച്ച് സാധനം കേസുണ്ട്, കേസ് കൂടെ കാണിച്ചു തരാം. കേസൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, നേരെ കൊണ്ടുവന്ന് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ഇനി പൊട്ടിച്ചിട്ട് വേണം നോക്കാൻ. നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയില്ല. എന്ത് വ്യത്യാസം. സെറ്റ്. അപ്പോൾ ഈ ഒരു കേസാണ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തൊരു കേസ്. ഇതാ ബ്ലാക്ക് തന്നെയല്ലേ? വേറെ ഇതൊരു കേസ്. വേറെ കേസ് എന്ന് വെച്ചാൽ ഇതാ വേറെ കേസ് വരുന്നത്. 2 കളറുണ്ട്, ഒന്നൊരു ഫോഗി കളറും ഒന്ന് ക്ലിയർ വൈറ്റും. മൊത്തം 3 കേസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻ ഗാർഡ് വാങ്ങിയിട്ടുണ്ട്. സ്ക്രീൻ ഗാർഡ് ഉണ്ട്, 1 2 സ്ക്രീൻ ഗാർഡ് ഉണ്ട്. സെറ്റ്. ഓക്കെ, ഞാൻ 1 പ്രതീക്ഷിച്ചതാ, 2 സ്ക്രീൻ ഗാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എന്തായാലും ഈ കേസ് ഇടാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ, അല്ലേ? ഇതാകുമ്പോൾ ക്യാമറയ്ക്ക് കൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്, ക്യാമറ കവറിങ്. അപ്പോൾ ഇതെന്തായാലും ഇടാം, എന്നിട്ട് അത് ഇടയ്ക്ക് മാത്രം മറ്റത് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അകത്തോട്ട് കയറാം. ഓക്കെ, അങ്ങനെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ ഇവിടെ സാൻഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞത് കാണാം. ഞങ്ങൾ എൻ്റെ എൻട്രൻസിലേക്ക് ഉള്ളിലേക്ക് നടക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ പുറമായിട്ട് തോന്നുന്നു നിങ്ങൾ കൊണ്ടിരിക്കുന്നത് എന്നൊരു രീതി. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിയിട്ട് ഇവിടുത്തെ ഗെയിംസൊക്കെ ഒന്ന് നോക്കാം. എല്ലാവർക്കും ഇവിടുത്തെ പാവകളാണ് ഇഷ്ടം. വലിയ വലിയ മാട് സൈസ് പാവകളുണ്ട് ഇവിടെ. തടിയും പാവകൾ. അതെ, സ്നേഹ ഇന്ന് ഗെയിം കളിച്ച് കുറെ പാവ കൊണ്ട് പോകുന്നതായിരിക്കും. ഇവിടുത്തെ മ്യൂസിക് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ബിഗ് വൺ. നീ ഗെയിം കളിക്കുന്നുണ്ടോ? ഏതാ? നിനക്ക് നിന്നെ കൊണ്ട് പറ്റുന്ന ഏതാ നോക്ക്. എറിഞ്ഞിടാനാ? ഓക്കെ, അറിയണം. അതെല്ലാം പോവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വലിയ പാവ കിട്ടും. കുറച്ചേ പോവുള്ളെങ്കിൽ കുഞ്ഞിപ്പാവ കിട്ടുള്ളൂ. അതെ, അവിടെ മൊത്തം
3, 2, 5, 1, 6 ക്യാനുണ്ട്. 6 ക്യാൻസ് നമ്മൾ തള്ളിയിടുക. തള്ളിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളൊരു പാവ കിട്ടും. എടുത്തോ. എത്ര ബോൾ വേണം? 5 ബോൾ എടുക്കും. അഞ്ച് പൗണ്ട് കൊടുത്ത് സ്നേഹം എറിയാൻ പോവുകയാണ്. 5 പൗണ്ടിൽ നിന്ന് ഇതിൽ ഏത് പാവ കൊണ്ടുപോകുമെന്ന് ഇപ്പൊ കാണാം. അല്ലേ സ്നേഹ? ആ ഞാനല്ല, ഞാൻ ഇറങ്ങാൻ വിടാൻ പോണില്ല. എനിക്കറിയാറില്ല. ഇത് കട്ടിയിലടി പോണ് സ്പോഞ്ച് കണക്കിരിക്കുന്നു. എനിക്ക് സങ്കടമായി. 5 പൗണ്ട് പോയി. 5 പൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് വാങ്ങായിരുന്നു. അതെനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഞാൻ അടുത്ത് ഇവിടെ ഒരു ഗെയിമുണ്ട്. അതായത് ട്രൈ ചെയ്യുന്ന ഇത് 2 പൗണ്ടിന് 8 റിങ് കിട്ടും. വേണ്ട, ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ അവിടെ കുറച്ച് അല്ലാത്ത കുറച്ച് റൈഡ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് ചിൽഡ്രൻ അണ്ടർ 1 മീറ്റർ, എല്ലാം പിള്ളേർക്കുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കാറിൻ്റെ ഇതാ നമ്മൾ മറ്റേ വണ്ടർലയിൽ വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ ഒരു സംഭവമില്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഇവിടെ നമ്മുടെ ജയൻറ്റ് വീലുണ്ട്. ഇവിടെ മറ്റെന്തോ ഒരു ഞാനെന്ന് പറയുമല്ലോ, ആ ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് നടക്കുമ്പോൾ ചുബ്രമണി, ഇവിടെ ചുബ്രമണിയുണ്ട്. പാണ്ട, പോളാർ ബിയർ, പെൻഗ്വിൻ. ഇവിടെ ഒരു ബിയർ ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ ലണ്ടനിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്ന സ്ട്രോബെറി ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ കിട്ടും. അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സ്നേഹം വന്നത്. അതുകൊണ്ട് സ്നേഹം വരുന്നില്ലെന്നാ പറഞ്ഞ. അപ്പൊ ലണ്ടൻ പോകുമ്പോ ഞാൻ മാത്രമായിരിക്കും. ചോക്ലേറ്റ് കാണിച്ചു കൊടുക്കും. ഞാനല്ല, സ്നേഹ കഴിച്ചു. I just took only 1 piece. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നോട്ടിലെ ഡിസ്കോഫ് ഉള്ളു. നോക്ക്, ഫ്ലേവർ നോക്ക്. ഇത് ക്രീപ്പയുടെ ഒരു ഷോപ്പാണ്. നമുക്കിവിടുന്ന് ഒരു ഫ്ലേവർ ക്രീപ്പ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. സ്ട്രോബെറി ആൻഡ് ന്യൂട്രലയുടെ ക്രേപ്പയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് ക്രേപ്പ. നൈസല്ലേ? ഏത്
ഇയാളിപ്പോൾ കൊടുത്തില്ലേ? ഞാൻ കൊടുക്കാം. Strawberry. Yeah, it's £8, please. Yeah. Thank you. Thank you. സ്നേഹിക്ക് പിന്നെ ക്രീപ്പ് ഇഷ്ടമല്ലാത്തൊന്നും കഴിക്കത്തില്ല. ക്രീപ്പിനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചേട്ടൻ കഴിക്കും. ഞാൻ എന്തായാലും കഴിക്കും. ഇതാ ശരിക്കും പറഞ്ഞാൽ ദോശ പോലെ ഇരിപ്പുണ്ട്. ക്രിസ്പിയാണോ? കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ടെക്സ്ചർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഒരു ദോശ കണക്കാണ് ഇരിപ്പുണ്ട്. ദോശ ആ സെയിം. ഞാൻ ഒരു പേര് മാറി കിട്ടതാണോ സ്ട്രോബെറി. ഇച്ചിരി ഉള്ളൂ. 8 പൗണ്ടിന് സ്ട്രോബെറി ഇത്രയേ ഉള്ളൂ. 8 പൗണ്ടിൻ്റെ സ്ട്രോബെറി ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ഇതിലേക്ക് നേരെ ന്യൂട്രല്ല ഒരു ബക്കറ്റ് നിറയെ ന്യൂട്രല്ലായിട്ട് ചേച്ചി വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. ഇത്രേ ഉള്ളൂ ഗൈസ്. റെഡി ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡിൽ താങ്ക് യു. ചേസ്. എവിടെ പോവും? ഇവിടെ ഇരിക്കണോ? ആ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ട്രൈ ചെയ്യാം. ക്രേപ്പയുമായിരിക്കുന്ന സ്നേഹ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു. നിന്നെ ഇതിൻ്റെ ഷോ കാണേണ്ടി വരും. ശരി, ക്രേപ്പായിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാറിക്കിടാന്ന് കൊള്ളാടെ. ഓക്കെ, അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. എങ്ങനെയുണ്ട് സ്നേഹ? എക്സാക്ട്ലി കറക്റ്റാണ്. ദോശയിൽ ന്യൂട്രല്ലയും സ്ട്രോബെറി ഇട്ട് കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. കറക്റ്റ് ആ സാധനമാണ്. ഞാൻ ട്രൈ ചെയ്തായിരുന്നു. വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ദോശ നൈസായിട്ടൊന്നും ഉണ്ടാക്കുക, അതിനകത്ത് ന്യൂട്രല്ല ഇടുക, സ്ട്രോബെറി ഇടുക. സോ ഇറ്റ്സ് നോട്ട് വർത്ത് ഫോർ 8 pounds എന്നാണ് എൻ്റെ ഒരു. വെറുതെ 9 pounds കൂടെ കൊടുത്ത് ബനാന ആഡ് ചെയ്തിട്ടില്ല. അതെ, ഇവിടെ മ്യൂസിക് ഇട്ടിട്ട് ആകെ ഭയങ്കര നോയ്സാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറിയിട്ട് നോക്കാം. അപ്പോഴത്തേക്ക് സ്നേഹം ചെയ്ത് കുത്തിക്കയറ്റട്ടെ. ഈ ഗൈസ്, ഇതൊക്കെയാണ് രാത്രിയിലത്തെ കാഴ്ചകളല്ലേ സ്നേഹ? ഞങ്ങളെ പോയി ഔട്ട്ഫിറ്റൊക്കെ മാറ്റി വേറെ ഔട്ട്ഫിറ്റിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിലൊക്കെ പോയി ഇവിടെ മാർഷ്മെല്ലോ ഒക്കെ ചുട്ട് കഴിക്കുന്ന സ്ഥലം. ആണേ പോയി ഇന്നോടെ സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ hope you guys like the video. See you until the next video. Bye bye.